മലയാളികളുടെ എക്കാലത്തെയും ഒരു ഇഷ്ട നടി തന്നെയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ഇന്ന് പലർക്കും ഒരു പ്രചോദനം കൂടിയാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന ഇന്ത്യയിലെ മറ്റൊരു നടിക്കും ഇത്രമാത്രം സ്വീകാര്യത ലഭിച്ചിട്ടില്ല. ബോളിവുഡിൽ തരംഗം സൃഷ്ടിച്ച മാധുരി ദീക്ഷിത്, അതുപോലെ കരിഷ്മ കപൂർ തുടങ്ങിയവരെല്ലാം ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നവരാണ്. എന്നാൽ ഇവർക്കാർക്കും മോളിവുഡിലെ മഞ്ജു വാര്യരുടെ ഒരു തിരിച്ചുവരവിനെ പോലെ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം. തിരിച്ചുവരവിൽ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മഞ്ജുവിനെ ആരാധകർ വാഴ്ത്തുന്നു. പ്രായം 40 പിന്നിട്ടിട്ടും മഞ്ജുവിൻ്റെ ഭംഗി കൂടുന്നേയുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത്. 20കാരിയുടെ ചുറുചുറുക്കോടെയാണ് നടി ഇന്ന് പൊതുവേദികളിൽ കാണാറുള്ളത്. ഇപ്പോഴത്തെ മഞ്ജുവിൻ്റെ പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. റോസ് നിറത്തിലുള്ള വസ്ത്രത്തിൽ അതീവ സുന്ദരിയായിട്ടാണ് മഞ്ജുവിനെ കാണുന്നത്. നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയത്. കാവിലെ ഭഗവതി പോലെ തോന്നുന്നു എന്നൊക്കെയാണ് ചിലരുടെ കമൻറ്റ്. മലയാള സിനിമാ ലോകം വലിയ വിവാദങ്ങളിലൂടെ കടന്നു പോകവെയാണ് മഞ്ജു പുതിയ ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളിലൊന്നും അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും താരത്തിന്റെ പേരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. WCCയിലെ സ്ഥാപകാംഗമായ ഒരു നടിയെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. WCCയിലെ മറ്റെല്ലാ നടിമാർക്കും അവസരങ്ങൾ കുറഞ്ഞപ്പോൾ ഈ നടിക്ക് മാത്രമാണ് തുടരെ സിനിമകൾ ലഭിച്ചത്. സിനിമാ രംഗത്തെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നതായി തനിക്ക് അറിയില്ലെന്നും താൻ അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലെന്നാണ് ഈ നടി ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴി. മലയാള സിനിമാ രംഗത്ത് നിന്നും പുറത്താകാതിരിക്കാനുള്ള ഈ നടിയുടെ സ്വാർത്ഥ താല്പര്യം ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. ഈ നടി മഞ്ജു വാര്യർ ആണെന്നാണ് പരക്കെ ഉയർന്ന ആക്ഷേപം. എന്നാൽ WCC പോലും ഈ വാദങ്ങളെ അംഗീകരിക്കുന്നില്ല. വിഷയത്തിൽ പ്രതികരിക്കാൻ മഞ്ജു വാര്യരും തയ്യാറായില്ല. നടിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വ്യാപക വിമർശനമാണ് ഉയർന്നത്. എന്നാൽ ഈ കുറ്റപ്പെടുത്തലുകളൊന്നും മഞ്ജു വാര്യർ കാര്യമാക്കുന്നില്ല. തന്റെ സിനിമാ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് താരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പിന്നീട് ചില നടിമാർ നടത്തിയ തുറന്നു പറച്ചിലുകളോടും നടി പ്രതികരിച്ചിട്ടില്ല. പൊതുവെ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർ. മലയാളത്തിലും തമിഴിലുമായി നടിയുടെ ഒന്നിലേറെ സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്. വിടുതലൈ 2, അതുപോലെ വേട്ടയാൻ, മിസ്റ്റർ എക്സ് എന്നിവയാണ് മഞ്ജുവിൻ്റെ വരാനിരിക്കുന്ന തമിഴ് സിനിമകൾ. മലയാളത്തിൽ എമ്പുരാനും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഫൂട്ടേജാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. സൈജു ശ്രീധരനാണ് ചിത്രം സംവിധാനം ചെയ്തത്. അതെന്തായാലും ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞോടുകയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.